ചാനൽ ചർച്ചയിലൊരു നാക്കുപിഴവ് സ്വാഭാവികമാണ്. നാക്കുപിഴവുണ്ടാവാത്ത ഒരാളും കേരള രാഷ്ട്രീയത്തിലില്ല. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പിണറായി വിജയനെതിരെ ആദ്യം കേസെടുക്കണം. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ ആദ്യം കേസെടുക്കണം. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ CPM കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ കേസെടുക്കണം. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം. രാഹുൽ ഗാന്ധിയുടെ നാക്കുപിഴവ് കോടതിയിൽ പല പ്രാവശ്യം ചോദ്യം ചെയ്യപ്പെട്ട് കോടതിയിൽ മാപ്പ് പറഞ്ഞു വന്ന് വീണ്ടും നാക്കുപിഴവെന്ന് പറഞ്ഞ് തോന്നിയ ദിവസം പറയുന്ന ആളാണ്. പക്ഷെ പ്രിൻറ്റു മഹാദേവനെ വേട്ടയാടി പ്രിൻറ്റു മഹാദേവൻ്റെ പേരിൽ BJPയുടെ പ്രവർത്തകരുടെ വീട്ടിൽ 2-3 പ്രാവശ്യം ഇന്ന് തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട്. BJPയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി പ്രിൻറ്റു മഹാദേവൻ്റെ പേര് പറഞ്ഞ് വേട്ടയാടിയാൽ ചാണകം മുക്കിയ ചൂലെടുത്തിട്ട് ഏത് പോലീസുകാരനായാലും ഞങ്ങൾ അടിക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയുടെ പ്രശ്നമേ ഇല്ല. പിന്നെ ഒരൊറ്റ കോൺഗ്രസ്സുകാരനെ കിടത്തി ഉറപ്പിക്കൂല. ഞങ്ങളെടുക്കേണ്ട തീരുമാനം ഞങ്ങളെടുത്തു. അയാളെ വക്താവ് പൊസിഷനിൽ നിന്ന് ഞങ്ങൾ മാറ്റി.